അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ കാവൽമാടത്തിൻ്റെ മുമ്പിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാവൽമാടത്തിനെ പറ്റി പറയുമ്പം ഒരുപാട് കഥകൾ തുറക്കം തന്നെ എനിക്ക് പറയാനുണ്ട്. കാരണം നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത് ഈ ഒരു മാടത്തിലിരുന്നിട്ടാണ്. ഒരുപാട് വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്തത് ഈ ഒരു മാടത്തിലിരുന്നിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു മാടത്തിലേക്ക് കാവലായിട്ട് കിടന്നിട്ടൊക്കെ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 1 വർഷത്തിൽ കൂടുതലായി. ഇപ്പം ഞാനിവിടെ അങ്ങനെ വരാറില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാവൽ മാടത്തിൻ്റെ ഇവിടെ നിന്ന് ആന ഇറങ്ങി തൊട്ട് താഴെ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വരെ കാട്ടാന വന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ അതായത് മഴക്കാലം ആകുമ്പോഴാണ് കൂടുതലായിട്ട് ആനകൾ നമ്മുടെ ഊരിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ ആന വന്നപ്പോഴെല്ലാം നമ്മൾ വീഡിയോസൊക്കെ ചെയ്തതാണ്. എൻ്റെ ഏറുമാടത്തിൻ്റെ അടുത്തൊക്കെ ആന വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിവിടെയല്ല, അതിവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ അപ്പുറമാണ്. സ്കൂളിൻ്റെ അവിടെയാണ് നമ്മളെ ഏറുമാടമുള്ളത്. ഇത് നമ്മുടെ അല്ലാത്തൊരു കാവൽമാടമാണ്. ഇത് വീടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കാവൽമാടമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേ കൂടെ അതായത് മുകളിലൂടെ ആന വന്നിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഒലട്ടി മരമാണ് കഴിഞ്ഞ ദിവസം ആന വന്ന് കഴിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് അക്കരെ നമ്മുടെ അപ്പൂപ്പൻ്റെ വിള, കുച്ചിയൻ്റെ വിള, അവിടെയൊക്കെ പോയിട്ട് ഒരുപാട് കൃഷികൾ ഇങ്ങനെ കാട്ടാന വന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ഇവിടെയൊക്കെ ആന വരുന്ന സ്ഥലമാണ് എന്നൊക്കെ. അപ്പോൾ ഒരുപാട് പേരും ഇങ്ങനെ പറയുന്നുണ്ട് ആനേനെ കാണിച്ചു തരണം, ആനേനെ കാണിച്ചു തരണം. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആനേനെയൊന്നും അങ്ങനെ കാണിച്ചു തരാറില്ല. ഇപ്പോൾ ആനകൾ വന്നാൽ തന്നെ നമ്മൾ മാക്സിമം ഇവിടെ നിന്ന് നമ്മളതിനെ ഓട്ടിച്ചുവിടാൻ നോക്കും. കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ കൃഷികളൊക്കെയാണ്. വാഴ, കവുങ്ങ്, പിന്നെ കുരുമുളക്, അങ്ങനെ റബ്ബർ, ഇതെല്ലാമാണ് നമ്മുടെ ഇവിടുത്തെ കൃഷികളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ആന വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നശിപ്പിക്കും. ഇപ്പം നിങ്ങൾ ന്യൂസിലൊക്കെ നിരന്തരമായിട്ട് കാണുന്ന കാര്യമുണ്ടല്ലോ, ഇടുക്കിയിലും അതുപോലെ തന്നെ വയനാടും ഒക്കെ ഒരുപാട് ആൾക്കാരാണ്, ഏകദേശം 8-9 ആൾക്കാർ ഇങ്ങനെ കാട്ടാനയുടെ ആക്രമണത്തിലൊക്കെ ഈ ഒരു ഇടയായിട്ട് തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കാട്ടാനയുടെ പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. കൂടുതലും ഈ ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാരെന്ന് പറയുന്നത് കാടുമായിട്ട് അല്ലെങ്കിൽ കാടിനകത്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ കാടുമായിട്ട് ഉപജീവനം നടത്തുന്നവരായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കാട് തന്നെയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിളകൾക്ക് ആയിട്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമൊന്നും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ കാട്ടാന വന്ന് കൃഷികൾ നശിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ ഈ ഭാഗത്തെല്ലാം കാട്ടാന വന്ന് നമ്മുടെ ഒരുപാട് കൃഷികളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടങ്ങിയതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം. ഒരുപക്ഷെ നമ്മളിതൊന്നും എടുത്ത് പുറം ലോകത്തേക്ക് എത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ന്യൂസ് ചാനലിലോ മറ്റേ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു ന്യൂസ് ചാനലൊക്കെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവരിതൊന്നും ന്യൂസായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്യത്തില്ല. നമ്മൾ വിളിച്ചാൽ പോലും ആരും വരത്തൊന്നുമില്ല. അപ്പോൾ എന്നാൽ കൊണ്ട് പറ്റുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരം കാഴ്ചകളും അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി ജനങ്ങളിലേക്ക് എത്തിക്കണം. അതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് കണ്ടോ, ഇതെല്ലാമാണ് നമ്മളുടെ ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇതണ്ട, ഇത് എൻ്റെ വാഴയാണ്. ഞാനിവിടെ വെച്ച കുറച്ച് വാഴയാണ്. പിന്നെ ഇവിടെ അമ്മ നട്ട വാഴയുണ്ട്. ഈ കാറ്റ് വരുന്ന സമയത്ത് ഇതൊക്കെ കുറേ ഇങ്ങനെ അടിച്ച് കളഞ്ഞിട്ടുണ്ടേക്കാം. വാഴേനെയൊക്കെ ആ ഭാഗത്തൊക്കെ കുറേ വാഴയുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ സ്ഥലത്തെ കാടുകളെല്ലാം വെട്ടിയിട്ടിട്ടുണ്ട്. ഭാഗ്യത്തിന് ഈ ഭാഗത്ത് നിന്ന് ഒന്നും ചെയ്തില്ല. പിന്നെ ഇതാ ഇവിടെ നിന്ന് കുറച്ച് മുകളിലുണ്ടല്ലോ, അവിടെയും കുറേ വാഴയുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അതൊന്നും കാട്ടാനൊന്നും ചെയ്തില്ല. വീടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാഴയുണ്ട്. അപ്പോൾ അതാണ് വന്ന് കാട്ടാന തിന്നത്. അവിടെ വാഴ, പിന്നെ അവിടെ നിന്നൊരു ഒലട്ടി മരം, അതൊക്കെയാണ് കേട്ടോ ഇപ്രാവശ്യം വന്നിട്ട് ആന തിന്നത്. പിന്നെ നമ്മുടെ അപ്പുറത്തെ ഏർമാടം ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയും കാട്ടാന വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നമ്മുടെ കുറച്ച് റബ്ബറാണ് ഉള്ളത്. ഭാഗ്യത്തിന് ഒന്നും ചെയ്യാത്തത് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമെന്ന് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ നിന്ന് തൊട്ട് താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാ ഈ നിൽക്കുന്ന മരം കണ്ടോ, ഇതിനകത്ത് നമ്മുടെ കുടുക്ക എന്നൊക്കെ പറയുന്ന കിളി കൂട് കൂട്ടുന്നതാണ്. ഇതിനകത്തൊക്കെ കൂട് കൂട്ടും. അപ്പോൾ അതിൻ്റെ ഇവിടെ നിന്ന് തൊട്ട് മുന്നിലോട്ട് വരാം. നമുക്ക് ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ കാവൽമാടം ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴാണെങ്കിൽ ഒരു കടന്നലുണ്ടല്ലോ, കടന്നൽ കൂട് വെച്ചിരിക്കുകയാണ്. അതെടുത്ത് കളഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിനെ ഇവിടെ നിന്ന് മാറ്റാതെ ഇതിനകത്തൊന്നും കിടക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മുടെ ഡ്രസ്സൊക്കെ ഇവിടെ കിടപ്പുണ്ട്. തിന്നാൾ കണ്ട ഒരു കടന്നൽ ഉണ്ടായിരിക്കുന്നത്. സാധനം ഡേഞ്ചറാണ്. അപ്പോൾ അത് ഒരുപാട് ഇങ്ങനെ വലുതായി. അപ്പോൾ ഇവനെ ഇനി ഇവിടെ നിന്ന് നശിപ്പിച്ച് കളയണം, അല്ലാതെ ഇവിടെ നമുക്കിനി കിടക്കാൻ പറ്റത്തില്ല. ഈ ഒരു മാടത്തിന് വേറെ പറയത്തക്ക പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ് പ്രശ്നം. പിന്നെ മുകളിലത്തെ 2-3 കമ്പൊക്കെ ഇളകി പോയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി ഉടനെ നമുക്കിനി വച്ച് കെട്ടണം. അതൊക്കെ വച്ച് കെട്ടി സെറ്റാക്കിയിട്ട് വേണം. ഞാൻ കമ്പൊക്കെ വെട്ടിക്കൊണ്ടിട്ടിരിക്കുക തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന്
വെട്ടി സെറ്റാക്കി മേളിൽ കെട്ടണം, ടാർപ്പയൊക്കെ കെട്ടി സെറ്റാക്കണം. എന്നിട്ട് വേണം നമുക്കിനി കുറച്ച് ദിവസം ഇനി ഇതിനകത്തൊന്ന് കിടക്കണം. പിന്നെ അപ്പുറത്തും നമുക്ക് പോകണം. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം റബ്ബറിൻ്റെ കൃഷികളൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 7-8 വർഷത്തിൽ കൂടുതലായി ഇത് വച്ചിട്ട്. എന്നിട്ടിത് വലുതായില്ല, കാരണം വളമൊന്നും പ്രോപ്പറായിട്ട് നമ്മൾ ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വളരാത്തത്. ഇവിടെ നിന്ന് തൊട്ട് താഴെയാണ് നമ്മുടെ വീട്. അപ്പോൾ അവിടെയാണ് ഒലട്ടി നിന്നത്. വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് ഒലട്ടിയാണ് വന്നിട്ട് ആന തള്ളിയിട്ടത്. ആ ഫ്രണ്ടിൽ കണ്ടോ, അവിടെ നിന്ന് കണ്ടോ, അതാണ് നമ്മുടെ വീട്. ഇതാ ഫ്രണ്ടിൽ ഇതാ കണ്ടോ, അതാണ് നമ്മുടെ വീട്. അവിടെ നിന്ന് ഇതാ തൊട്ടിപ്പുറം ഇതാ ഏകദേശം ഒരു 10 മീറ്റർ 20 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഇവിടെയാണ് കാട്ടാന വന്നത്. എനിക്ക് തോന്നുന്നു ഇതാ മുകളിൽ കണ്ട ഇതാ ആ ഭാഗത്തുനിന്ന് കാട്ടാന ഇറങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ഇതാ ഇവിടെ നിന്നാണ്ട, ഇവിടെയാണ് ഒലട്ടി നിന്നത്. കണ്ട, ഇതാണ് ഒലട്ടി എന്ന് പറയുന്ന മരം. ഈ പട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മരം ഉണ്ടല്ലോ, അതാണ് ഇവിടെ നിന്നത്. അതിനതാ ആന തള്ളിയിട്ടിട്ടുണ്ട്. ഇപ്പം തള്ളിയിട്ട് ഇതാണ്ട അവിടെയാണ് അതിൻ്റെ ഈ ചോറൊക്കെ വരുന്ന ഭാഗമുള്ളത്. അപ്പോൾ അവിടെ ഇട്ടാണ് കൂടുതലായിട്ട് അതിനെ തിന്നിരിക്കുന്നത്. ഇത് കണ്ട, ഇത് ആനയുടെ കാൽപ്പാടുകളാണ്. കണ്ട, അതൊക്കെ ആന ചവിട്ടിയതാണ്. അതെല്ലാം കണ്ട, അതൊക്കെ ആന ചവിട്ടി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് ആന അങ്ങോട്ടാണ് പോയത്. നമുക്കറിയാൻ പറ്റും. കണ്ട, മരത്തിൻ്റെ ഈ തുമ്പ് സൈഡ് അങ്ങോട്ടാണ് കിടക്കുന്നുണ്ട്, ഇങ്ങോട്ടാണ് ചരിഞ്ഞ് കിടക്കുന്നത്, ഈ കൊണ്ട ചരിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആന അങ്ങോട്ടാണ് പോയത്. നേരെ മറിച്ച് ആന ചവിട്ടി ഇത് ഇങ്ങോട്ടാണ് തിരിഞ്ഞ് കിടക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആന ബേക്കിലൂടെയാണ് പോയതെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആനകൾ പോയതും എങ്ങോട്ടൊക്കെയാണെന്ന് നമ്മളിവിടെയൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഒലട്ടി എന്ന് പറയുന്നത്. ഒലട്ടിയുടെ ഉള്ളിലെ ഇതാണ് ഈ കാണുന്നത്. കണ്ട, ഇതിനകത്ത് ഈ ചോറുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ആന ഏറ്റവും കൂടുതൽ കഴിക്കുന്നതാണ്, കാരണം ഇത് ഭയങ്കര ടേസ്റ്റുള്ള സാധനമായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആന ഇതൊന്ന് കഴിച്ചിരിക്കുന്നത്. ഇതാ തൊട്ട് ഫ്രണ്ടിൽ ഇതാ ആ ഭാഗം അത് അവിടെ ആയിട്ടാണ് നമ്മുടെ വീട് വരുന്നത്. അതിനതാ ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളിയിട്ടിട്ട് ആന കഴിച്ചിരിക്കുകയാണ്. അതായത് കണ്ട, അതിൻ്റെ ഇലയൊന്നും കഴിച്ചിട്ടില്ല, ഇത് തന്നെയാണ് ആന കഴിച്ചിരിക്കുന്നത്. അതിൻ്റെ കൊണ്ട ആ ഭാഗത്ത് കിടക്കുകയാണ്. മൂട് ഭാഗമൊക്കെ ചവിട്ടി കീറി, ഇതിങ്ങനെ തള്ളിയിട്ടിട്ട് ചവിട്ടിയാണ് കീറുന്നത്. ചവിട്ടി കീറിയിട്ട് ഇതിനകത്തുള്ള ചോറ് എല്ലാം ആന കഴിച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ കൊണ്ടയാണ്. അവിടെ ഒന്നും ആന തൊട്ടിട്ടേ ഇല്ല. അവിടെ നിന്ന് ഇതാ ആന പോയിരിക്കുന്നതുണ്ട്. ഇതാ ഇവിടെ കാണാം, ഇങ്ങനെ കാട് ഇങ്ങനെ പഴുത്ത് പോയിരിക്കുന്നത് കണ്ട. ഇതിലേ ഇങ്ങനെ ആന ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിലേ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു പോയത്. ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ഇലയൊക്കെ പോയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ റബ്ബർ വെട്ടി നടക്കുന്ന സ്ഥലമാണത്. അവിടെയാണ് ആന വന്നത് ബേക്കിൽ. ഇനി ഇവിടെ നിന്ന് അക്കരെ കൊച്ചിൻ്റെയൊക്കെ വിളയുണ്ട്. കൊച്ചിൻ്റെയൊക്കെ വിളയിൽ പോയിട്ട് അവിടെയും കൂടുതലായിട്ട് എന്തോ ഇങ്ങനെ ആന തിന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. എന്തായാലും അങ്ങോട്ടിന് പോയി നോക്കാം. ഇത് നമ്മുടെ ഇവിടെ നിന്ന് അണകാലിലേക്ക് പോകുന്ന വഴിയാണേ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്, കൊരണ്ടി എന്ന് പറയുന്നത്. അങ്ങനെ ഞാനിതാ നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ കുറച്ച് ഇങ്ങനെ കൃഷികളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെയല്ല, ഇത് നമ്മുടെ വിളയാണ്. ഇതാ ഈ കാണുന്നത് ഇത് കൊച്ചിൻ്റെയൊക്കെ വിളയാണ്, പിന്നെ അപ്പൂപ്പൻ്റെയൊക്കെ വിളയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവരുടെ വിളയിലാണ് കൂടുതലായിട്ടും ഇങ്ങനെ കൃഷി വന്നിട്ട് കാട്ടാന നശിപ്പിച്ചത്. അപ്പോൾ അതെന്തായാലും കാണാം. ഇതിപ്പം നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം മഞ്ഞളാണ്. ഇതിപ്പോൾ മഞ്ഞൾ വിളവായിക്കൊണ്ടിരിക്കുന്ന സീസണാണ്. അപ്പോൾ ഇത് ഒരുപാട് നാളിങ്ങനെ നിന്നാലേ ഇതിൻ്റെ മൂട്ടിലുള്ള മഞ്ഞൾ വണ്ണം വയ്ക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മഞ്ഞൾ വെട്ടിയൊന്നും കളയത്തില്ല. ഇത് തന്നെ ഒരു ഡിസംബർ സമയമൊക്കെ ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ ഇത് അഴിഞ്ഞു പോകും. ജനുവരി മാസം തൊട്ടൊക്കെ, ജനുവരി ഡിസംബർ പകുതിയൊക്കെ ആകുന്നതോടുകൂടി തന്നെ നമുക്കിത് എടുത്തു തുടങ്ങാം ഈ ഒരു മഞ്ഞൾ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു മഴക്കാല വീഡിയോ ഇട്ടില്ലേ, അത് നമ്മളിവിടെ കൂടെയാണ് വന്ന് ആ വീഡിയോ ഇട്ടത്. അവിടെ ഒരു വരിക്കപ്ലാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ആന വന്ന് ചവിട്ടി ഇല്ലാതാക്കി. പിന്നെ അതിലെ ചക്കയൊക്കെ ആന കഴിച്ചു എന്നൊക്കെയാണ് അമ്മയൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ ഒരു തെങ്ങ് ഇപ്പോൾ ഉണ്ട്, ഭാഗ്യത്തിന് അതൊന്നും ചെയ്തില്ല. മച്ചി ഇവിടെ കാടാണ് നല്ല. ഇവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് പോയി നോക്കാം. എന്താണ് ചെയ്തിരുന്നത് ദൈവമേ. ഇവിടെ കൂടെ കാന വന്നിരിക്കുന്ന കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ ആന വന്നതിൻ്റെ പാടാണേ. ഇവിടെ നിന്നൊരു വലിയൊരു വാഴക്കുടിലാണേ. അപ്പോൾ അതിനെ വന്നിട്ട് ഇങ്ങനെ കാട്ടാന നശിപ്പിച്ചിട്ടിട്ടുണ്ടേ. ഇത് കണ്ട, ഇതങ്ങനെയാണ് കിടക്കുന്നത്. ഇതാ എനിക്ക് തോന്നുന്നു ഇതിലേ ഇവിടെയാണ് ആന. ഇതിലേ വന്നിട്ട് ഇതാ ഇങ്ങനെ വന്നതാണ് ആന. ഇങ്ങനെ വന്നിട്ട് താഴോട്ട് ഇറങ്ങിയാണ് നമ്മുടെ അങ്ങോട്ട് വന്നത്. കണ്ട, പുല്ലിൻ്റെ കൊണ്ടയും അതുപോലെ നമ്മുടെ ഈ നാച്ചുറൽ ഷാമ്പു ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കൊണ്ട അങ്ങോട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി ഇതിലെയാണ് ആന അങ്ങോട്ട് ഇറങ്ങി പോയത്.
ഇത് കണ്ട, ഇത് ഇങ്ങനെ വന്ന് ആന നശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊരു വാഴക്കുടിൽ. പിന്നെ എനിക്ക് തോന്നുന്നതാണ്ട ഈ തെങ്ങിൻ്റെ തന്നെ ഓലതാ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ആന. ഇതാ കണ്ട, ഇവിടെതാ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ് ആന. ശരിക്കും പറഞ്ഞാൽ ഈ മഴക്കാലം വരുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതലും കാട്ടാനകൾ വന്ന് ഇറങ്ങുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ വേനൽ സമയമൊക്കെ ആകുമ്പം കൂടുതലായിട്ട് ആനകൾ ഈ വെള്ളമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, വെള്ളമുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ടായിരിക്കും ആന നിൽക്കുന്നത്. ഇതാ ഇവിടെയാണ് ഒരു മാടം, അപ്പൂപ്പൻ്റെ മാടമാണ്. ഇവിടെയാണ് മാടം. അത് കഴിഞ്ഞ് ഇതാ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് പ്ലാവ് ഉണ്ടായിരുന്നത്. ആ പ്ലാവിലെ ചക്ക വന്ന് ആന തിന്നിട്ടാണ് ഇവിടുത്തെ വരിക്കപ്ലാവ്. അപ്പോൾ ഇതിൻ്റെ ചക്കയൊക്കെ ആന പിടിച്ച് തിന്നിട്ടുണ്ട്. ഇതിൽ നല്ല വരിക്കച്ചക്ക ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ ആന തിന്നിട്ടുണ്ട്. ഇതൊക്കെ തിന്നിട്ട് ആനതാ ഇത് കണ്ട, ഇതും ഇവിടുത്തെ ഒരു തെങ്ങാണ്. ഈ തെങ്ങിൻ്റെ മൂട്ടിൽ വന്ന് ഓല പിടിച്ചിട്ടിരിക്കുന്നുണ്ട. ഇതും പിടിച്ചിട്ടിട്ട് ആകുമ്പോൾ ഇവിടെയാണ് ഒരു തെങ്ങിനെ ആന തിന്നത് കേട്ടോ. ഇതൊരു വലിയൊരു മൂട് തെങ്ങായിരുന്നേ. ഇതാണ്ടാക്കി കിടക്കുന്ന തെങ്ങ്. ഇതാണ്ട ഈ തെങ്ങിനെയാണ് ആന തള്ളിയിട്ട് തിന്നത്. ഇത് ഏകദേശം കായ്ക്കാറായി വന്ന തെങ്ങാണ്. അവസ്ഥ ആലോചിക്കണേ. ഇത് കണ്ട, ഇത് കായ്ക്കാറായി വന്ന തെങ്ങാണിത്. ഇപ്പോൾ കൊറ്റങ്ങയൊക്കെ പിടിച്ച് കൊണ്ടിരിക്കുകയാണ്. ശരി, വേണ്ട കൊറ്റങ്ങയൊക്കെ ആയതാണ്. വേണ്ട, ഇത് പിടിക്കേണ്ടതായിരുന്നു. അതിനെ ആന വന്ന് തള്ളി. ഒരവസ്ഥയാണെന്ന് നോക്ക്. നല്ല കാഴ്ച വന്ന തെങ്ങിനെ വന്ന് ആന തള്ളിയിട്ട്. ഇത് ഒന്നും പറയാനില്ല. എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഒരു തെങ്ങായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആദായമായാലും നമ്മൾ വയ്ക്കുമ്പം ഏകദേശം വർഷങ്ങളോളം എടുക്കുക. ഏകദേശം ഒരു 10-12 വർഷങ്ങളൊക്കെ എടുക്കുമ്പോഴായിരിക്കും തെങ്ങായാലും മറ്റ് ആദായങ്ങളായാലും ഒരു പക്ഷേ ഈ പരുവമൊക്കെ ആവുന്നത്. അപ്പോൾ ഇത്രയും പരുവായ ഒരു സാധനമൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന കാണുമ്പോൾ, അതിപ്പോൾ തെങ്ങായാലും വാഴയായാലും കവുങ്ങായാലും എന്ത് കൃഷി തന്നെ ആയാലും ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു തെങ്ങിന് തള്ളാവുന്ന ആനയ്ക്ക് നമ്മളൊക്കെ പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കണം സുഹൃത്തുക്കളെ. എന്തോരം ആയിരിക്കും ആന ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടക്കുമ്പോഴാണ് അണകാൽ എന്ന് പറയുന്ന സെറ്റിൽമെൻ്റ് ഉള്ളത്. അപ്പോൾ അണകാൽ സെറ്റിൽമെൻറ്റിൽ നമ്മൾ ഇങ്ങനെ അണകാൽ സെറ്റിൽമെൻ്റ് ഉള്ളത്. അപ്പോൾ അണകാൽ സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന വഴി ഇവിടെ കൂടെ ആയിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ ആൾക്കാരൊന്നും അങ്ങനെ നടക്കുന്നില്ല. അപ്പോൾ എനിക്കിപ്പം കുറച്ച് സമയം കഴിയുമ്പം എനിക്കിവിടെ നേരെ വേറെ സ്ഥലത്തേക്ക് കയറി പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നത്. ഇതെല്ലാം എടുക്കണം. ഇതിപ്പോൾ വീഡിയോ എടുത്താൽ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അക്കരയോ അങ്ങ് മുകളിൽ എവിടെയെങ്കിലും പോയാലേ നമുക്ക് വീഡിയോ അപ്ലോഡും കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഞാനങ്ങനെ ഇതിലേ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ വഴിയുണ്ടല്ലോ, ഈ വഴി കൂടെ തന്നെയാണ് ആന വന്നതും നമ്മുടെ വന്നിട്ട് നമ്മുടെ കൃഷികൾ ഈ തൊട്ട് സൈഡിലുള്ള കൃഷികളൊക്കെ കാട്ടാന നശിപ്പിച്ചത്. അപ്പോൾ ഇനി അപ്പുറത്തെ സൈഡുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ മാമൻ്റെയൊക്കെ വെള്ളം, അതുപോലെ കൊച്ചിൻ്റെയൊക്കെ വെള്ളം, ആ ഭാഗത്തും വന്നിട്ട് ആന ഒരുപാട് കൃഷികളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ മഴക്കാലം ആകുമ്പം തന്നെയാണ് ആനകളിങ്ങനെ വരുന്നതും കൂടുതലായിട്ടും നമ്മുടെ നാട്ടിലുള്ള കൃഷികൾ ഇങ്ങനെ നശിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ കാട്ടാനകൾ വരുന്നതും അതുപോലെ ഊരുകളിൽ കൃഷി നശിപ്പിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. കാരണം നിരവധി സമയത്ത് വനം വകുപ്പിൻ്റെ കയ്യിലായാലും പിന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ കയ്യിലായാലും പല പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരും അപേക്ഷയും ഒക്കെ കൊടുക്കുന്നതാണ്. പക്ഷെ പ്രോപ്പറായിട്ടുള്ള പരിഹാരം കേരളത്തിലെ ആദിവാസി വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആനകൾ വരുന്നതും കൃഷി നശിപ്പിക്കുന്നതും ഒക്കെ സംഭവിക്കുന്നത്. പിന്നെ അതിന് പുറമേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നാട്ടും പ്രദേശത്തായാലും ഇപ്പോൾ ട്രൈബൽ മേഖലയല്ല, അല്ലാത്ത എല്ലാവരും താമസിക്കുന്ന മേഖലയിലേക്ക് തന്നെ കാട്ടാനകൾ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ അവിടെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ കാട്ടാനകൾ വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ആനക്കിടങ്ങുകളാണ്. ആനക്കിടങ്ങുകൾ നല്ല രീതിയിലും നല്ല താഴ്ചയിലും അതുപോലെ തന്നെ നല്ല വീതിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാട്ടാനകൾ നമ്മുടെ വിളയിലേക്ക് ഇറങ്ങുന്നതായാലും അല്ലെങ്കിൽ നാട്ടിൻ പ്രദേശത്തൊക്കെ ഇറങ്ങുന്നതിനായാലും നല്ല രീതിക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ശരിക്കും ചെയ്യാൻ പറ്റുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സർക്കാർ പ്രോപ്പറായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ നന്നായിട്ട് പരിഹാരം കാണാനായിട്ട് സാധിക്കും. പിന്നെ അതിന് പുറമേ തന്നെ ഓരോ വർഷവും ഇങ്ങനെ ഈ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ സർക്കാർ ചിലവഴിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എന്തുകൊണ്ടാണ് നമ്മുടെ മേഖലയിലേക്ക് എത്തിപ്പെടാത്തത്? അത് വലിയൊരു ചോദ്യചിഹ്നമാണ്.
അപ്പോൾ ഞാൻ പറയുമ്പോഴായിരിക്കും ഒരുപാട് ആൾക്കാരെ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളും നമ്മുടെ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഏതെങ്കിലും കാലത്ത് ഇതിനൊക്കെ ഒരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കാം. മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം കാര്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ കാര്യമാണത്. അല്ലാതെ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഇതുപോലെ എടുത്ത് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് എനിക്ക് പഴിയേക്കേണ്ട അവസ്ഥയാണ് കേട്ടോ വരുന്നത്. പക്ഷേ അതൊന്നും കുഴപ്പമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പം തന്നെ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു ഉപയോഗവും ഇല്ല എന്നൊക്കെയാണ് പലരും എൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷേ ഞാൻ ഈ കാട്ടാൻ വന്നതിൻ്റെ പ്രശ്നങ്ങളെ പറ്റി ആൾക്കാർ പറയുമ്പോൾ അവരുടെ വീഡിയോസ് എടുക്കുന്നു, പുറം ലോകത്തേക്ക് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്തിക്കുന്നു. എന്നിട്ടും അവസാനം ഞാൻ കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും മനസ്സിനൊരു വിഷമം ഉണ്ടാവും. പിന്നെ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം, നമുക്കെന്തായാലും ശ്രമിക്കാം. ഓക്കെ, അത്ര മാത്രമേ പറയാനുള്ളൂ. എന്തായാലും വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്, എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ ഇത്തരം പ്രശ്നങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.